നോട്ടിഫിക്കേഷൻ പല കുട്ടികളും കണ്ടിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ സ്കൂളിൽ നടത്തുന്ന ഇന്റേണൽ അസസ്മെന്റിൽ ജയിച്ചാൽ മാത്രമേ, പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് 10th സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. പല വീട്ടിലും നമ്മളുടെ ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കാം, ബാക്കിയൊക്കെ പോട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നവരാണ്. നമുക്കിപ്പോ കുറെ അസസ്മെന്റ് ടെസ്റ്റുകൾ നടത്തും, ഇതൊന്നും മൈൻഡ് ചെയ്യുക പോലും ഇല്ല. അവസാനം ബോർഡ് എക്സാമിന് ഇരുന്ന് പഠിക്കും. പക്ഷെ ഇനി അത് പറ്റില്ല. ബിക്കോസ് നമ്മളുടെ ഈ അസസ്മെന്റ് ടെസ്റ്റ് നിങ്ങൾ ജയിച്ചാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ആ 10th സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിയിട്ടും നോ കാര്യം. അപ്പൊ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ പല കുട്ടികളുടെയും പ്രശ്നമായിരുന്നു, എന്താ മിസ്സേ ഇനി ചെയ്യാ, ഞങ്ങൾക്ക് പറ്റിപ്പോയി, ഇതുവരെ പഠിച്ചിട്ടില്ല, ഒരുപാട് ചാപ്റ്റേഴ്സ് അവിടെ ബാക്കി കിടക്കുന്നുണ്ട്, ആ ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ എങ്ങനെ പഠിച്ചു തീർക്കും, ഞങ്ങൾ എങ്ങനെ ഇതൊക്കെ ഒന്ന് ഈ പ്രശ്നം തീർക്കും എന്നുള്ളത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഗോൾഡൻ ചാൻസ് ഒരുക്കുകയാണ്. അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാവുണ്ടാവും, ആ ട്യൂഷൻ അല്ലേ മിസ്സേ. അപ്പൊ ട്യൂഷൻ എന്ന് പറയുമ്പോൾ പല കുട്ടികളും ചോദിക്കും, മിസ്സേ ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ എന്ന് ഇപ്പോഴും ഒരു സംശയമാണെന്ന്. അതായത് ഓഫ്ലൈൻ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോ ഈ സാറ്റർഡേ CBSE ഒക്കെ ആണെങ്കിൽ സാറ്റർഡേ വരെ ക്ലാസ് ആയിരിക്കും, ഒരു സൺഡേ ആണ് ലീവ് കിട്ടുക. അപ്പൊ ഈ സൺഡേക്ക് ഈ ഒരു ബാക്കിയുള്ള ട്യൂഷനും ഓഫ്ലൈൻ ട്യൂഷനും കൂടി ആവുമ്പോൾ നിങ്ങൾ മൊത്തത്തിൽ ഹെക്റ്റിക് ആവും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ എഡ്യൂപോർട്ടിന്റെ 95+ CBSE പവർ ബാച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ഈ സൺഡേസ് ഒന്നും വെറുതെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൺഡേസ് നിങ്ങൾക്ക് ക്ലാസ് കേൾക്കണമെങ്കിൽ ക്ലാസ് കേൾക്കാം. പക്ഷെ ഞങ്ങൾ സൺഡേ കൂടുതൽ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ ഞങ്ങളെ ഇടങ്ങേറാക്കുന്നൊന്നുമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു സാറ്റർഡേ, അതായത് നിങ്ങളുടെ സ്കൂളുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാത്രി ഒരു 1.5 മണിക്കൂർ 1.5 hour ഒന്ന് ജസ്റ്റ് ഈ ഒരു ആപ്പിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഇരുന്ന് ഒന്ന് ക്ലാസ് കണ്ടാൽ മതി. ഞങ്ങൾ ഫുൾ നിങ്ങളുടെ ഈ ബാക്ക്ലോഗ്സും നിങ്ങളുടെ മൊത്തം കാര്യങ്ങൾ ഞങ്ങൾ സെറ്റാക്കി തരും, അതെന്റെ ഉറപ്പാണ്. ഇതെങ്ങനെയാ സെറ്റാക്കി തരുന്നത് മിസ് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഡെയിലി ടാസ്ക് ആണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ടാസ്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ. നിങ്ങൾക്കിപ്പോ നീ ഓടിപ്പോയിട്ട് അവിടെ തൊട്ട് വന്നാൽ നിങ്ങൾക്ക് ഒരു 100 rupees തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്താലോ എന്ന് വിചാരിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ ഡെയിലി ടാസ്കുകൾ തന്നിട്ട് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ 10th ഫുൾ A1 ആണ്. അപ്പൊ ഈ ടാസ്കിൽ കുറച്ച് വീഡിയോസ് വരും, ആ വീഡിയോസ് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ആ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ സൈഡിൽ കോയിൻസ് കാണാൻ പറ്റും. ആ കോയിൻസ് ഇങ്ങനെ, ഇവിടെ മോളത്തെ കോയിൻസ് ഇല്ലേ, ആ മോളത്തെ കോയിൻസ് ഇങ്ങനെ കൂടി കൂടി വരും. അപ്പൊ കോയിൻസ് കൂടുതലുള്ള ആളെ ഞങ്ങൾ ലീഡർ ബോർഡിലൊക്കെ കാണിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഗെയിമിഫിക്കേഷൻ മോഡിലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ ഈ ക്ലാസ്സുകൾ തരുന്നത്. അപ്പൊ ഈ ഡെയിലി ടാസ്കുകളൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യാൻ പറ്റും. ഇനി ഡെയിലി ടാസ്ക് മാത്രമാണോ ഇതിന്റെ വീഡിയോസ് ഒക്കെ വിടുന്ന? അതായത് ഞങ്ങൾ റെക്കോർഡിംഗ് ക്ലാസ് തരുന്നുണ്ട്, ലൈവ് ക്ലാസ് തരുന്നുണ്ട്, എക്സാംസ് തരുന്നുണ്ട്. അതായത് ഞങ്ങൾ ഒരു ചാപ്റ്റർ അതിന്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ റെക്കോർഡ് ക്ലാസ്സിലൂടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനുശേഷം അതൊക്കെ ഡെയിലി ടാസ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അതൊന്ന് ജസ്റ്റ് കണ്ടാൽ അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ആ റെക്കോർഡ് ക്ലാസ് മൊത്തം കണ്ടു കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾക്ക് ആ ചാപ്റ്ററിന്റെ ലൈവ് ക്ലാസ് വരും. അതായത് ഈ ചാപ്റ്റർ ഒന്ന് ലൈവിലൂടെ റിവൈസ് ചെയ്യും. അതും കഴിഞ്ഞിട്ട് തീർന്നില്ല, ഞങ്ങൾ ലൈവ് ക്ലാസ് തന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു എക്സാം കൂടി നടത്തും. ഈ റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും എക്സാം കൂടി എഴുതുന്നതോട് കൂടിയിട്ട് ആ ചാപ്റ്ററിനെ കുറിച്ച് വേറൊരു ഡൗട്ടും ഉണ്ടാവില്ല, ആയിരിക്കും. ആൻഡ് ഓൾസോ കുറെ കുട്ടികളുടെ പ്രശ്നമാണ്, മിസ്സേ ഈ ലാംഗ്വേജിന് കുറച്ചൊരു പ്രശ്നമാണ്, ഗ്രാമർ തെറ്റിപ്പോകുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രാമർ ഒക്കെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു വാട്സപ്പ് ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷിനും ഹിന്ദിക്കും, ഇംഗ്ലീഷിന്റെയും ഹിന്ദിയുടെയും എല്ലാ ഗ്രാമേഴ്സും അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ക്ലബിലൂടെ ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്ത് വാട്സപ്പ് മെസ്സേജുകൾ അയച്ച് നിങ്ങളെ സെറ്റാക്കി തരും. ഓൾസോ അത് മാത്രമല്ല കേട്ടോ, ഈ ഒരു മാത്സ് ഇഷ്ടമല്ല മിസ്സേ, മാത്സിൽ ഇപ്പോഴും ഡിവിഷൻ പോലും അറിയില്ല എന്ന് പറയുന്നവർക്കില്ലേ, അതിനുവേണ്ടി ഞങ്ങൾ മാത്സ് ബേസിക്സ് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്, ഇംഗ്ലീഷ് ബേസിക്സ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്, ഹിന്ദി ബേസിക്സ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഡയറക്റ്റ് ടീച്ചേഴ്സ് ഡൗട്ട് ക്ലിയറൻസും. ഇത്രയും കണ്ടു, എക്സാമും അറ്റൻഡ് ചെയ്തിട്ടും ഇനിയും ഡൗട്ട് ബാക്കി കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ടീച്ചേഴ്സിന്റെ നമ്പേഴ്സ് നിങ്ങളുടെ കയ്യിൽ തരും. ഒരു ടൈം സെറ്റ് ആയിട്ടുണ്ടാവും, ആ ടൈമിൽ ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും. ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ? കഴിഞ്ഞ മിസ്സേ, കഴിഞ്ഞില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ മെന്റേഴ്സ് ആണ്. അതായത് ഞങ്ങളുടെ മെന്റേഴ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ആപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ ഓൺലൈൻ ക്ലാസ് ആ വഴിക്ക് പോകും. പിന്നെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ ആ ഒരു ചൂടുണ്ടാവും, പിന്നെ നമ്മളോട് ആ കാര്യമേ മറന്നു പോകും. ഇതല്ലേ നിങ്ങളുടെ പ്രശ്നം? അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സ്പെഷ്യൽ മെന്റേഴ്സ്. അപ്പൊ ഈ മെന്റേഴ്സ് നിങ്ങളെ ഇടക്കിടക്ക് വിളിക്കും. പഠിച്ചിട്ടുണ്ടോ, ഈ ലൈവിൽ കയറിയിട്ടില്ലല്ലോ, ഈ ലൈവിൽ നിങ്ങൾ കയറിയിട്ടുണ്ടല്ലോ, ഇതെന്താ ചെയ്തത്, ഈ ഭാഗം പോയല്ലോ, ആ ഭാഗം പോയല്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തുണ്ട്,
നമ്മളുടെ മെന്റേഴ്സ് ഉണ്ട്. സോ ഈ ഒരു മെന്റേഴ്സ് നിങ്ങളുടെ ബാക്കിൽ കൂടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാണ്ട് മെല്ലെ സ്കൂട്ടാന്ന് വിചാരിക്കുന്ന ആ ഒരു പരിപാടി ഇവിടെ നടക്കൂല കേട്ടോ. പഠിച്ചേ പറ്റുള്ളൂ ഇവിടെ വന്നാൽ. നിങ്ങൾ 10th ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോർഡ് എക്സാം കഴിയുന്നത് വരെ ഈ മെന്റേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഫുൾ എവണ്ണം നിങ്ങൾക്ക് വാങ്ങി തന്നിട്ട് നമ്മളെല്ലാവരും നിങ്ങളുടെ അടുത്ത് നിന്ന് കൂടെ ഇറങ്ങുന്നുള്ളൂ. അല്ലാതെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് പോയിക്കോ എന്നാ ബൈ ബൈ എന്ന് നമ്മൾ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഇല്ല ഇതെല്ലാം കേട്ടോ. ഒരുപാട് പറയാനുണ്ട്, പറഞ്ഞു പോയാൽ ഒരുപാട് അങ്ങെത്തും. സോ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ബാച്ചിൽ ഇപ്പൊ ഒരു ഓഫർ നടക്കുന്നുണ്ട്. അതായത് ഈ ഒരു ബാച്ചിൽ ആദ്യം ചേരുന്ന 500 സ്റ്റുഡൻസിന് 8,999 റുപ്പീസിനാണ് നമ്മൾ ഈ ഒരു ബാച്ച് തരുന്നത്. അപ്പൊ ഈ ഒരു ബാച്ചിന്റെ ഈ ഒരു ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ 500 സ്റ്റുഡന്റിൽ നിങ്ങൾക്കും ഉൾപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര ഇപ്പം ചെയ്യേണ്ടുള്ളൂ. ഈ ഒരു എമൗണ്ട് നിങ്ങൾ പേ ചെയ്യൊന്നും അല്ല വേണ്ടത്. നമ്മളുടെ കമന്റ് ബോക്സിന് മുകളിലായിട്ട് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. ആ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കൊക്കെ ഈ ഒരു ഓഫർ ലോക്ക് ആയിട്ടുണ്ടാവും. ആ ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ഇവിടുന്ന് വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരാം. ആൻഡ് ഓൾസോ പെട്ടെന്ന് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ. ഇപ്പോഴും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, മിസ്സേ നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നു ക്ലാസ് അടിപൊളിയാണോ? അപ്പോൾ ക്ലാസ് അടിപൊളിയാണോ എന്നൊരു സംശയമുള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ വന്നാൽ മതി. ഇനിയിപ്പോൾ യൂട്യൂബിൽ അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തിട്ട് ആപ്പിൽ ഇങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിലോ എന്ന് ഒരു ഡൗട്ട് ഉണ്ടെങ്കിലോ നോ പ്രോബ്ലം. നമ്മളുടെ ആപ്പിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫസ്റ്റ് ചാപ്റ്റർ ഫ്രീ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. എജ്യൂപോർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു. അതിന്റെ എല്ലാ സബ്ജക്റ്റിലെയും ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒന്ന് ജസ്റ്റ് എടുത്ത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് പോന്നാൽ മതി. അല്ലാതെ ഞാൻ ഒരിക്കലും നിങ്ങൾ എന്തായാലും വരണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഓക്കെയാണ്, സെറ്റാണ്, ഞങ്ങള് വിശ്വാസമുണ്ട്, ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരാം. ഞാൻ ഉറപ്പ് വരാണ് നിങ്ങൾക്ക് ഫുൾ A1 ആണ് ഞങ്ങൾ എടുത്തുന്നുള്ള ഗ്യാരണ്ടി. സോ നമുക്ക് ബാച്ചിൽ വെച്ച് കാണാം. അതുവരേക്കും ബൈ.